ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ കുഞ്ഞാറ്റാസ് വേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെ പോകുക എന്നല്ലേ, ഞാൻ സ്ഥലം വരെ പോവുകയാണ്. നമ്മുടെ അരൂര് മഴവിൽ മനോരമ സ്റ്റുഡിയോയിൽ വരെ പോകുക. ഒരു ചിരി വെമ്പർശ്ശേരിയുടെ സ്പോട്ട് ഷൂട്ടിന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പേരായിട്ടുള്ള നിതിൻ്റെ കസിൻ്റെ കൂടെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വൈറ്റിലയിൽ നിന്ന് ഞാനും നിതിനും കൂടിയേ പോയേ. പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് നിതിൻ മുന്നേ പോയി, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കുവാണ് കേട്ടോ. അരൂരെന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ അറ്റം തന്നെയാണ്, ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ എറണാകുളം അല്ല കേട്ടോ അരൂര്. പക്ഷേ നമ്മുടെ വൈറ്റിലയിൽ നിന്നും ഒരു 18 രൂപ പോയിൻ്റ്, 10 മിനിറ്റ് ഒക്കെ അത്രയൊക്കെ ഉള്ളൂ സമയം. എനിക്ക് തോന്നിയത് 10 അങ്ങേറ്റം പോയ 15 മിനിറ്റോ അത്ര ഇല്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ മഴവിൽ മനോരമ സ്റ്റുഡിയോയിൽ അവിടെ പേര് പറഞ്ഞു, നിതിൻ കയറി പോയിട്ടുണ്ട്, നിതിൻ്റെ പേരാന്ന് പറഞ്ഞു, ഒരു ടാഗ് തന്നു. ഞാനിങ്ങനെ നടക്കുവാണ് കേട്ടോ. നമ്മുടെ മഴവിൽ മനോരമ സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് കണ്ട ഈ ഭാഗം അങ്ങോട്ട് കടന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു എൻട്രൻസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ചിരി വെമ്പർശ്ശേരിയുടെയൊക്കെ ബിൽഡിംഗ് ഉള്ളത് കേട്ടോ. എനിക്കറിയില്ല അവിടെ തന്നെ എല്ലാത്തിൻ്റെയും നടക്കുമെന്നറിയില്ല. ഇനി ഒരു ചിരി വെമ്പർശ്ശേരിക്ക് മാത്രം ആണോ ആ ബിൽഡിങ് മൊത്തം എന്ന് എനിക്ക് അറിയില്ല, ആയിരിക്കാം മേ ബി. മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ഒരു ഏരിയ മൊത്തമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ പോയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ വേണ്ട, നമ്മുടെ ഒരു ചിരി വെമ്പർശ്ശേരിയിൽ എല്ലാവരുടെയും ഫ്ലക്സ് വെച്ചതാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഓരോ വീഡിയോ ഒക്കെ പിടിച്ചു. കാരണം അവിടെ കുറേ പേരൊക്കെ ഉണ്ട്. പക്ഷെ നിതിനും കസിനും ഒന്ന് പുറത്ത് പോയിട്ട് വെള്ളം കുടിക്കാൻ പോയി. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, ചോറ് ചായയൊക്കെ ഉണ്ട്. അപ്പം നിതിൻ്റെ കസിൻ സിസ്റ്ററാണ്, അതിന് ലൈം ഇഷ്ടമുള്ളത് അതാണ് കേട്ടോ, അവരാണേ. അപ്പോൾ ലൈം ഇഷ്ടമുള്ളതുകൊണ്ട് അവർ പുറത്തൊന്ന് പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് ഇരുന്നെടുത്തതാണ് കേട്ടോ ആ വീഡിയോ ഒക്കെ. പിന്നെ നമ്മുടെ ഫേമസ് ആയ ഒരു ചിരി വെമ്പർശ്ശേരിയിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരെയും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് ഓടിച്ചെടുത്ത കൂട്ടത്തിലുണ്ട്. പിന്നെ നമ്മുടെ അരുൺ മാണിനാട് എന്ന് പറയുന്ന ആ ഒരു പ്രശസ്തനായ, ഞാൻ ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ സ്കിറ്റ് കണ്ടിട്ടുണ്ടാകാം, പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആളെ. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞു, കോർഡിനേറ്ററാണെന്ന് എന്തോ പറഞ്ഞപ്പോഴും എനിക്ക് ടെൻഷനുണ്ട്, ദൈവമേ ഏത് കോർഡിനേറ്ററാണെന്നൊക്കെ കേട്ടോ. പിന്നീട് യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കണ്ടത്. എൻ്റെ ഫോൺ കേടായിരുന്നു കേട്ടോ, കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ അതിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് ചിരിച്ചെണീറ്റ് പോയത്. ഓക്കെ, ഞാൻ മഴവിൽ മനോരമയിലാണെന്നും പറഞ്ഞൊക്കെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അത്. ഓക്കെ, ചുമ്മാ എടുത്തതായിരുന്നു. പിന്നെ അപ്പോൾ എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ അന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചിലപ്പോൾ ആ സ്കിറ്റ് കണ്ടു കാണും. ആ സ്കിറ്റിൽ അഭിനയിച്ച വ്യക്തിയാണ് എൻ്റെ കൂടെ റീൽ ചെയ്യാൻ വന്നിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിതിനും കസിനും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുക കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിക്കുമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു. അയില വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടോ, മീൻ വറുത്തതുകൊണ്ട് എല്ലാം ഉണ്ട്. നല്ലൊരു ഊണായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിക്കുകയാണ് ഞങ്ങൾ. മഴവിൽ മനോരമയിൽ പോകുമ്പോൾ രാവിലെ തൊട്ട് ഫുഡും ഊണും എല്ലാം കറക്റ്റ് സമയത്തുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഞാൻ സ്പോട്ട് ഓഡീഷന് കിട്ടിയില്ല കേട്ടോ, ഞങ്ങൾക്ക് കിട്ടിയില്ല, അതൊരു വിഷമമുണ്ട്. ഇത് അതിന് ശേഷം പിറ്റേ ദിവസം ഞാനൊരു കാൽനട ജാഥ ഉണ്ടായിരുന്നു, അതിന് പോയതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ വീഡിയോ ആണേ. ഓ ഭയങ്കര അമ്പാടിമല ബ്രാഞ്ചിന് വേണ്ടി
സഖാക്കളെ, ഗാന്ധിനഗർ ബ്രാഞ്ചിന് വേണ്ടി സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സഖാവ് ജലകേറ്റൻ പള്ളിമല ബ്രാഞ്ചിന് വേണ്ടി ഗിരിജ. പാർട്ടിയുടെ കാര്യങ്ങളൊന്നും നമ്മുടെ യൂട്യൂബിൽ കൊണ്ടുപോയി ഒരു പാർട്ടി ചാനൽ ആക്കുകയല്ല ഉദ്ദേശം. ഞാൻ പോയ ഒരു കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നേരത്തെ വീഡിയോയിലും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാരും ഇതായിട്ട് എടുക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അതിന് പോയതിൻ്റെ വീഡിയോ നടന്ന് വയ്യ, വെയിലും കൊണ്ട് കാൽനട ജാഥ ചെയ്ത് വയ്യ. അങ്ങനെ വരികയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിച്ചൻ്റെ മോൻ്റെ ഭാര്യയാണ് ചേച്ചിയിട്ട് അടുത്തിരിക്കുന്നത്. ചേട്ടൻ ഇതിൽ ഒരു സ്ഥാനമുള്ള ഒരാളാണ് കേട്ടോ.